ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വീട്ടിലൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നില്ല, നമ്മൾ വാൽപ്പാറക്ക് പോകുന്ന. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഉച്ചയോടെ നമ്മൾ വാൽപ്പാറയിലേക്ക് പോകുന്ന ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലാണ് ചെക്ക് പോസ്റ്റ് കടത്തിയിടുള്ളൂ. ഫണ്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് പോകുന്ന വഴിക്ക് കുറച്ച് ഹോട്ടൽസ് ഉണ്ട്, അവിടെ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നീട് അങ്ങോട്ട് പോയ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞാലേ ഹോട്ടൽസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് നമുക്ക് എന്തായാലും വിശപ്പുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു, നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒറ്റൊരു ട്രിപ്പായിരുന്നു ഗൈസ്, ഫുൾ കാടിൻ്റെ നടുക്കിൽ കൂടി, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോണ വയ്ക്കൊരു ലൊക്കേഷൻ കണ്ടു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരോട് ഇറങ്ങിയിട്ടുണ്ടപ്പോൾ നമ്മളും ജസ്റ്റ് വണ്ടി അവിടെ ഒതുക്കിയിട്ട് നമ്മളും അവിടെ ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ മലക്കപ്പാറ എത്തിയപ്പോൾ അതിലും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ കൊണ്ടു. അപ്പോൾ നമ്മൾ അവിടെയും വണ്ടി എടുത്തി. പക്ഷേ അവിടെ വണ്ടി നിർത്താൻ പാടില്ലെന്ന് ആൾ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. നല്ല വ്യൂസ് ആയിരുന്നു. ഒരു പ്രാവശ്യം എന്തായാലും ഈ ഒരു വഴി നിങ്ങൾ വരണം, കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ കടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഞങ്ങളങ്ങനെ തമിഴ്നാട് വരെ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ പോണ വഴിക്കാണ് ഷോളയാർ ഡാമുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഷോളയാർ ഡാമിലേക്കാണ് പോയത്. നല്ല വെയിലായിരുന്നു ഗൈസ്, അതുകൊണ്ട് അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ലായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല, അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അടുത്ത ലൊക്കേഷൻ പോയി. അത് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വ്യൂ കണ്ടപ്പോൾ ഫൈസിക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വണ്ടിയെ കുറച്ച് ഇറക്കാൻ കുറച്ച് പണിയായിരുന്നു ഫൈസിക. പിന്നെ ഏത് വഴി കൂടി ഇറക്കണോണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടുത്തെ വ്യൂ ഉണ്ടല്ലോ ഗൈസ്, അടിപൊളിയായിരുന്നു. എന്തായാലും ഈ റൂട്ട് പോകുമ്പോൾ ഇവിടേക്ക് ഒന്ന് കയറി ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പോകുന്നത് അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അധികം നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം ഞങ്ങൾക്ക് കണ്ടതിൽ വെച്ച് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തായിരുന്നു. വെയിൽ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും രസമുണ്ടായിരുന്നു ആ ഒരു ലൊക്കേഷൻ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പൈസയൊക്കെ വണ്ടിയൊക്കെ ആയിട്ട് കുറേ അഭ്യാസങ്ങൾ കാണിച്ച് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തമിഴ്നാട് പോണ വഴിക്ക് നല്ല രസമുണ്ട് ഗൈസ്. രണ്ട് സൈഡും ഈ തേയിലത്തോട്ടമൊക്കെ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഇടങ്ങളിൽ ഓരോ മരങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. അന്ന് നമ്മളൊരു ഈവനിങ് ആയപ്പോഴേക്കും വാൽപ്പാറ ടൗൺ എത്തി. അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു വാൽപ്പാറ, കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാത്തതുകൊണ്ട് ചായ തപ്പി നടക്കായിരുന്നു, ചായക്കട തപ്പി നടക്കായിരുന്നു. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു കട കണ്ടു. അവിടെ ഈ കടികൾ വറുത്ത് കൊടുക്കുന്നതും ചായക്കടയും കണ്ടു. നമ്മൾ ജസ്റ്റ് അവിടെ വണ്ടി എടുത്ത് നമ്മളവിടെ ഇറങ്ങി. അവിടുത്തെ പരിപ്പ് വടയും അതുപോലെ നമ്മൾ ചെറിയ ഉഴുന്നുവടയുണ്ട്, രണ്ടും അടിപൊളിയായിരുന്നു കഴിച്ച്. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 2-3 പ്ലേറ്റ് മേടിച്ച് കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അതൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ പൊള്ളാച്ചിക്ക് പോവാണ്. നമ്മൾ പൊള്ളാച്ചി വഴിയാണ് വീട്ടിലോട്ട് പോകുന്നത്. പൊള്ളാച്ചി തൃശ്ശൂർ ആ വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ പൊള്ളാച്ചിക്ക് പോവാണ്. പോണ വഴിക്ക് കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി, കാരണം ബൈക്കിലായതുകൊണ്ട് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് രണ്ടിടയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ അങ്ങനെ നിർത്തി അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. മൊത്തം 42 എയർപിന്നാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ 32 എയർപിന്നൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നമുക്ക് ഒരു സാധനത്തിനെ കാണാൻ പറ്റിയത്, നമ്മുടെ കരടീനെ കണ്ടു. പക്ഷെ നമ്മൾ വണ്ടി കുറച്ച് സ്ലോ ആക്കി അവിടെ നിന്നു, കാരണം കുറച്ച് ഡേഞ്ചറസ് ആണല്ലോ കരടീസ്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ കുറച്ച് നേരം നിർത്തി. കരടി ഞങ്ങൾ ആ വണ്ടി കണ്ടപ്പോൾ ഉള്ളിലോട്ട് പോയതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുത്ത് പോകുന്നത്. പിന്നെ പൊള്ളാച്ചി ബോർഡർ കടന്നപ്പോഴേക്കും ഒരു നൈറ്റ് ആവാറായിരുന്നു, ഒരു 7-7:30 ആ ഒരു ടൈം ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി കടന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു കട കണ്ടപ്പോൾ അവിടെ നിർത്തി. അപ്പോൾ എൻ്റെ ഫേവറേറ്റായ ഷോബാസിൻ്റെ ഇമ്മിലി കണ്ടു, അപ്പോൾ അത് മേടിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങളൊരു 11:30 ഒക്കെ ആയപ്പോൾ വീടെത്തി. വീട്ടിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. കിസ്സ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്.